أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ ഓതിക്കേട്ടത് സൂറ ബഖറയിലെ 102 വചനമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അവരുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു ദൂതൻ അവരുടെ അടുക്കൽ വന്നപ്പോൾ ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗം അറിയാത്ത ഭാവത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ പിന്നിലേക്ക് തള്ളിമാറ്റിക്കളഞ്ഞു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: അള്ളാഹുവിൻ്റെ ക്ഷണം അഥവാ അള്ളാഹുവിൻ്റെ വിളി വരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ ചെവികളിൽ പഞ്ഞികുത്തി നടക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ശബ്ദത്തിലേക്ക് ഒരു ശ്രദ്ധയും തന്നെ പതിപ്പിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഈ ക്ഷണം ഒരു നിസാരമായ കാര്യമല്ല. നോക്കുക, ചില സമയങ്ങളിൽ ഒരു നിസാര അഫ്സറിൻ്റെ അഥവാ മേധാവിയുടെ വിളി വരുന്ന സമയത്ത് മനുഷ്യൻ വളരെയധികം സന്തോഷിക്കാറുണ്ട്. അതേസമയം അള്ളാഹുവിൻ്റെ വിളി വരുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ ക്ഷണം വരുന്ന സമയത്ത് മുഖം തിരിച്ചു നടക്കുകയാണ് പതിവ്. എന്നാൽ ഹൃദയങ്ങളിൽ ഈമാൻ്റെ ശോഭയുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ശബ്ദം കേട്ടുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സന്തോഷത്തിൻ്റെ അവസ്ഥ സംജാതമാകുമായിരുന്നു. ഭൗതികമായ ബഹുമതികൾക്കൊക്കെ ഇതിനെതിരിൽ എന്ത് വിലയാണുള്ളത്? അതായത് അള്ളാഹു സ്വയം തൻ്റെ ദാസരെ സ്മരിക്കുകയാണ്. തൻ്റെ നബിയെ അഥവാ ദൈവദൂതനെ അവരിലേക്ക് അയക്കുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യർ എത്രമാത്രം ഭോഷന്മാരാണെന്ന് വെച്ചാൽ അവർ ഇതിന് ഒരു പ്രാധാന്യവും തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സ്വരത്തിന് ലബ്ബൈക്ക് പറയുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന് നിദാനമായി തീരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജൂതന്മാർ സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പ്രവാചകൻ വന്നുകൊണ്ട് അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ഇവരുടെ ഗ്രന്ഥത്തിൻ്റെ സത്യസന്ധത വെളിപ്പെടുത്തുകയും ഇവരുടെ പ്രവാചകന്മാരെ സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ തെറ്റായ ഒരു രീതി ഇവർ സ്വീകരിച്ച കാരണത്താൽ ഈ സമൂഹം എങ്ങനെയാണ് ഇപ്രകാരം വർദ്ധിക്കുക? അതായത് എങ്ങനെയാണ് ഇവർക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കുക? അള്ളാഹുവിൻ്റെ വിളിക്ക് എങ്ങനെയാണ് ഇവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുക? കാരണം ഇവർ സ്വീകരിച്ചിട്ടുള്ള മാർഗം തന്നെ അത് തെറ്റായിട്ടുള്ളതാണ്. മുസദ്ദിഖുൽ ലിമാ മഅഹും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ പ്രവാചകൻ അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തോടെ യഹൂദികളുടെ കൈവശമുള്ള ഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രവാചകൻ മുഖേന ഇസ്രായേൽ പ്രവാചകന്മാരുടെ സത്യത വ്യക്തമാക്കപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രവാചകനെ വിശ്വസിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ തങ്ങൾക്ക് മുമ്പുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുകയും അതിലെ കൽപ്പനകളെ അനുവർത്തിക്കുകയും ചെയ്യുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അതിന് തുല്യമാണ്. അതുപോലെ തന്നെ ഇവർ ഈ പ്രവാചകനിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവർ തങ്ങളുടെ ഗ്രന്ഥത്തെയും തങ്ങളുടെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹി ഇസ്ലാമിനെ സത്യപ്പെടുത്തുന്നവനാണ്, തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനാണ്. അതുപോലെ
എല്ലാ ഇസ്രായേൽ പ്രവാചകന്മാരെയും സത്യപ്പെടുത്തുന്നവനാണ്. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തോടെ പറയപ്പെട്ടിട്ടുള്ള പ്രവചനം സത്യമായി എന്ന് തെളിയുകയും മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, അതുപോലെ ബനി ഇസ്രായേലിലെ മറ്റു പ്രവാചകന്മാരുടെ സത്യസന്ധത വെളിപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് പറയുന്നു, ഈ ഗ്രന്ഥത്തിനോട് പരിപൂർണമായ നിലയിൽ ആദരവ് കാണിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യേണ്ടത് അവരുടെ ജോലിയാണ്. എന്നാൽ ഈ ആയത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ നിന്നും മനസ്സിലാകുന്നത് അവർ ഈ പ്രവചനങ്ങളിൽ നിന്ന് ഒരു പ്രയോജനവും കൈക്കൊണ്ടില്ല എന്നു മാത്രമല്ല, കിതാബുള്ള അഥവാ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ പിൻപുറം തള്ളിക്കളയുകയുമാണുണ്ടായത്. ഈ ഭാഗത്ത് കിതാബുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗറാത്താണ്. അതുപോലെ അതിനെ പിൻപുറം തള്ളിക്കളഞ്ഞു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ ഈ ഗ്രന്ഥത്തെ എത്ര പുച്ഛമനോഭാവത്തോടെയാണ് സമീപിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ആ ഗ്രന്ഥത്തെ പിൻപുറം തള്ളിക്കളയുന്നത് പോലെ തന്നെയാണ്. അവർ അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തെ ബഹുമാനിക്കേണ്ടിയിരുന്നു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവിടെ നിൽക്കട്ടെ, നേരെ മറിച്ച് പ്രവാചകന്മാരുടെ കലാമുകളെ അഥവാ പ്രവാചകന്മാരുടെ വാക്കുകളെ അവഹേളിക്കുക എന്നത് തന്നെ മനുഷ്യനെ നാശത്തിലാഴ്ത്തുന്നതാണ്. നോക്കുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് കിസ്ര രാജാവിന് ഒരു തബ്ലീഗ് പരമായ രീതിയിലുള്ള കത്ത് എഴുതുകയുണ്ടായി. ആ കത്ത് തൻ്റെ മൂഢത്തരം കാരണം അയാൾ വലിച്ചു കീറുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇതേ സംബന്ധിച്ച് അറിവ് ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, അയാൾ നമ്മുടെ കത്ത് കീറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അയാളുടെ സാമ്രാജ്യം തന്നെ നശിപ്പിക്കുന്നതാണ്. അങ്ങനെ നോക്കുക, ചരിത്രം പരിശോധിക്കുമ്പോൾ കുറഞ്ഞ കാലയളവിനുള്ളിൽ അയാളുടെ സാമ്രാജ്യം തന്നെ അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു കത്ത് കീറിയതിന് ഒരു മനുഷ്യന് ഇത്ര കഠിനമായ ഒരു ശിക്ഷക്ക് അർഹനാകേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ പിൻപുറം തള്ളിക്കളയുന്ന, അതിനെ അവമതിക്കുന്ന ആൾ എത്ര വലിയ ശിക്ഷയായിരിക്കും ലഭിക്കുക. തൻ്റെ റസൂലിൻ്റെ കത്ത് കീറിയവനെ അള്ളാഹു നശിപ്പിച്ചെങ്കിൽ അള്ളാഹുവിൻ്റെ കത്തിനെ തന്നെ അവഹേളിക്കുന്നവനെ അള്ളാഹു എങ്ങനെ പുറത്തു കൊടുക്കാനാണ് എന്ന് മുസ്ലിം ഓദർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ബാക്കി ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള തഫ്സീറുകൾ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.